കോഴിക്കോട് തോട്ടുമുക്കം വാലില്ലാപ്പുഴയിൽ കുളിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിരിക്കുകയാണ് അധികാരികൾ. നാട്ടുകാർ കഴിഞ്ഞ ദിവസം കുളിച്ചും തോണിയിറക്കിയും ആഘോഷിച്ചു. എന്നാൽ ഈ കുളം എത്രയും വേഗം നികത്തണമെന്നാണ് നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അതെന്താണെന്നല്ലേ കണ്ടുവരാം. ഇത് കുളമല്ല, റോഡാണ്. ഫൈസലിൻ്റേത് പ്രതിഷേധ കുളിയും. ബസ്സുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന വഴി. കാൽനട യാത്ര പോലും ഈ വഴിയിൽ ദുഷ്കരമായപ്പോഴാണ് ഫൈസലിന്റെ ഈ വേറിട്ട പ്രതിഷേധം. നാട്ടുകാർ കടലാസ് തോണി ഇറക്കിയും വാഴ നട്ടും ഫൈസലിന്റെ പ്രതിഷേധത്തിന് പിന്തുണ നൽകി. ഇത്ര ശക്തമായ ഒരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കാൻ കാരണം കഴിഞ്ഞ 3 മാസത്തിലേറെ കാലമായി ഈ റോഡിന്റെ ശോച്യാവസ്ഥ വളരെ വളരെ മോശമാണ്. ഇപ്പോൾ തോട്ടുമുക്കം മുതൽ പുതിനടം മുതൽ വാലില്ലാപ്പുഴ വരെയുള്ള ഈ റോഡിന്റെ ഭാഗം ജില്ലാ പഞ്ചായത്തിന്റെ പൂർണ്ണ അവകാശത്തിലുള്ള ഈ റോഡ് പരിപൂർണമായി തകർന്ന് സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലേക്ക് തകർന്നിരിക്കുകയാണ്. തോട്ടുമുക്കം വാലില്ലാപ്പുഴ റോഡ് അതിൻ്റെ ശോചനീയാവസ്ഥയിലായിട്ട് വർഷങ്ങളായി. താൽക്കാലിക പരിഹാരം ഇടയ്ക്ക് വന്ന് ചെയ്തു പോകും. അതുകൊണ്ട് ഒരു ശാശ്വതമായ ഒരു പരിഹാരം എത്തുന്നില്ല. അയൽവാസികൾക്കും റോഡിൽ യാത്ര ചെയ്യുന്ന കുട്ടികൾക്കും സ്കൂളിൽ പോകുന്നവർക്കും മദ്രസയിൽ പോകുന്നവർക്കും ഒന്നും കുട്ടികൾക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപകടം ഏത് സമയവും ഇവിടെ ഉണ്ടാകാം. കുഴിയിൽ വീണ് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും തുടർക്കഥയാണിവിടെ. അപകടാവസ്ഥയിലുള്ള റോഡ് എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ 1 കോഴിക്കോട്.